ഈ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ദൃശ്യമുണ്ട്. ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിലെ ജാപ്പനീസ് മക്കാക്ക ജനുസിൽപ്പെട്ട പഞ്ചെന്ന് പേരുള്ള ഒരു കുരങ്ങ് കുഞ്ഞിന്റെ അതിജീവനത്തിന്റെ കഥയാണ്. ജനിച്ചപ്പോൾ മുതൽ അമ്മ കുരങ്ങ് ഏതോ കാരണങ്ങളാൽ അവനെ അടുപ്പിച്ചില്ല. അമ്മയുടെ സാമീപ്യവും സ്പർശനവും ആഗ്രഹിച്ച് വീണ്ടും വീണ്ടും അരികിലെത്തുന്ന അവനെ അമ്മ കുരങ്ങ് അകറ്റിക്കൊണ്ടേയിരുന്നു. ചിലപ്പോൾ അതിനെ ഉപദ്രവിക്കുകയും ചെയ്തു. വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ കുരങ്ങ് കുഞ്ഞിന് ജീവനക്കാർ ഒരു പാവക്കുരങ്ങിനെ നൽകി. അവൻ ആ പാവയെ അമ്മയായി കണ്ടു. അതിനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും തന്റെ ഏകാന്തതയെ അവൻ മറികടന്നു. കോടാനുകോടി മനുഷ്യരാണ് ഈ ദൃശ്യങ്ങൾ വിവിധ വീഡിയോ പ്ലാറ്റ്ഫോമുകളിലൂടെ കണ്ടത്, സങ്കടപ്പെട്ടത്, പഞ്ചിന്റെ കഥയിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ നിന്നുപോയത്. ഗ്രൂപ്പുകളും ടാഗ് ലൈനുകളും പഞ്ചിന്റെ പേരിലുണ്ടായി. പഞ്ചിനെ വളർത്തുന്ന മൃഗശാല കാണാൻ സന്ദർശകരുടെ തിരക്കായി മാറി. ഇച്ചിക്കാവയിലെ കുരങ്ങുകുഞ്ഞിനു വേണ്ടി കരഞ്ഞ മനുഷ്യർ പക്ഷേ പഞ്ച് തങ്ങൾക്കിടയിലുണ്ടെന്ന കാര്യം തിരിച്ചറിഞ്ഞില്ല. സ്വന്തം വീടിനുള്ളിലെ ഒറ്റപ്പെട്ട മനുഷ്യരെ കാണാനോ സംസാരിക്കാനോ ചേർത്തു പിടിക്കാനോ ആരും ശ്രമിച്ചില്ല, ശ്രദ്ധിച്ചുമില്ല. പഞ്ചിന് മൃഗശാലയിൽ നീണ്ട സന്ദർശകരുണ്ട്. ഒറ്റപ്പെടലും സ്നേഹിക്കാൻ ആരുമില്ലാത്തതുമാണ് ലോകത്തിലെ ഏറ്റവും കഠിനമായ ദാരിദ്ര്യമെന്ന് പറഞ്ഞത് വിശുദ്ധ മദർ തെരേസയാണ്. സുഭിക്ഷതയുടെ നടുവിലും ഭൗതിക സമൃദ്ധികൾക്കിടയിലും മനുഷ്യരിന്ന് ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും കഠിന ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നാം വീടുകളിലേക്കും മാനുഷിക ബന്ധങ്ങളിലേക്കും തിരികെ പോകാനുള്ള സമയമായെന്നാണ് ഇച്ചിക്കാവയിലെ പഞ്ചെന്ന് പറയുന്ന കുരങ്ങുകുഞ്ഞിന്റെ ചിത്രവും വാർത്തകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും സുന്ദരമായ വാചകങ്ങൾ ഒന്നാണ്. കുടുംബത്തെ സൃഷ്ടിച്ചും കൂട്ടായ്മകളെ രൂപപ്പെടുത്തിയും ദൈവം മനുഷ്യന്റെ ഏകാന്തതയെ മറികടക്കാനുള്ള സാധ്യതകളാണ് അവന് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്നാൽ കുടുംബത്തെ ചിതറിച്ചും മക്കളുടെ എണ്ണം കുറച്ചും വേണ്ടെന്ന് വെച്ചും അണുകുടുംബങ്ങളെ പ്രണയിച്ചും തങ്ങൾക്ക് ചുറ്റും മനുഷ്യർ വീണ്ടും ഏകാന്തതകളുടെ ആവരണങ്ങൾ വലിച്ചിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ സ്വപ്നത്തിന് നേരെ തിരിഞ്ഞു നടക്കുകയാണ് ആധുനിക മനുഷ്യർ. ഇത് നോമ്പുകാലമാണ്. തിരിഞ്ഞു നടപ്പിന്റെ വീണ്ടെടുക്കലുകളുടെ കാലമാണ്. നമ്മുടെ ബന്ധങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും തിരികെ നടക്കാൻ, സംസാരിക്കാൻ ഒരാളെ തിരഞ്ഞും ചേർത്ത് പിടിക്കാൻ കരങ്ങൾ അന്വേഷിച്ചും ധാരാളം ആളുകൾ രോഗികളുടെ രൂപത്തിൽ, ഒറ്റപ്പെട്ടു പോയവരുടെ രൂപത്തിൽ, വൃദ്ധരുടെ രൂപത്തിൽ, കുട്ടികളുടെ രൂപത്തിൽ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. വീടുകളിലെ പഞ്ചിനെ തിരിച്ചറിയാനും ചേർത്ത് പിടിക്കാനുമുള്ള ഒരു അവസരമായിട്ട് ഈ നോമ്പുകാലം മാറട്ടെ.